പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ പാദപീഠത്തിൽ രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ പ്രിയമക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 32 അധ്യായം 8 വാക്യം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പ്രിയമക്കളെ നോക്കൂ, ഞാൻ എൻ്റെ ദൃഷ്ടി നിന്റെ മേൽ വെച്ചുകൊള്ളും. ഹാലലൂയ. കർത്താവപ്പച്ചൻ മാത്രമേ ഇങ്ങനെ പറയുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പോകേണ്ടതായ പാതകൾ ഒരുക്കി തരുന്ന അപ്പൻ. ഹല്ലേലൂയ. ഇവിടെ പറയാം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മളെ ചതിക്കുഴികളിലൊക്കെ അകപ്പെടുത്താൻ നോക്കുമ്പോൾ നമ്മുടെ കർത്താവപ്പച്ചൻ നമുക്ക് ഉപദേശിച്ച് നടക്കേണ്ടുന്ന പാതയാണ് നമുക്ക് ഒരുക്കി തരുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. നമ്മുടെ കൂടെ നിൽക്കുന്ന ജീവിതങ്ങൾ പോലും പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ കണ്ണു വെട്ടിച്ച് നമുക്ക് വേണ്ടാത്ത പാതകൾ ഒരുക്കി കെണികളിലൊക്കെ അകപ്പെടുത്തുമ്പോൾ നമ്മുടെ കർത്താവപ്പച്ചൻ പറയാ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. നോക്കൂ, ഈ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തി, അതായത് ഇവിടെ പറഞ്ഞു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കണമെന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ സന്തോഷിക്കുകയും ഹൃദയപരമാർത്ഥമായി ജീവിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് 11 വാക്യത്തിൽ പറയുന്നുണ്ട്, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ, ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നോക്കൂ, ദൈവം നമുക്ക് വേണ്ടി തരുന്ന ചില വാഗ്ദത്തങ്ങളാ. ഹല്ലേലൂയ. നമ്മെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നടത്തും. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് ഹല്ലേലൂയ രാജാക്കന്മാരുടെ 2 പുസ്തകം 20 അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഞാൻ നിന്നെ സൗഖ്യമാക്കുമെന്നുള്ളൊരു വാഗ്ദത്തം. ഹല്ലേലൂയ. അതായത് 20 അധ്യായം ആദ്യം മുതലുള്ള വാക്യത്തിൽ അത് ഇവിടെ വായിക്കുന്നുണ്ട്. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഹല്ലേലൂയ. നോക്കൂ പ്രിയ മക്കളെ, നോക്കൂ, ആദ്യമേ പറഞ്ഞു ഹല്ലേലൂയ, നിന്റെ ഗ്രഹകാര്യമൊക്കെ ക്രമത്തിലാക്കണം, നീ മരിച്ചു പോകും. ഹല്ലേലൂയ. നമ്മോടാണ് ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും? ഇവിടെ നോക്ക്, എന്നിട്ട് പറയുന്നുണ്ട്, ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതായത് യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിനോട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യമൊക്കെ ക്രമത്തിലാക്ക്, നീ മരിച്ചു പോകും. അത് കേട്ട ഉടനെ ഹിസ്കിയാവ് ചുവരിന്റെ നേരെ മുഖം തിരിച്ച് ഹല്ലേലൂയ യേശുവപ്പനോട് പ്രാർത്ഥിക്കുക. അയ്യോ യഹോവേ. നോക്കൂ പ്രിയ ദൈവമക്കളെ, നമ്മൾക്ക് ഇങ്ങനെ പറയുവാൻ കഴിയുമോ? ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് ഗിതമാവണ്ണം കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പറയുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയും, നിനക്ക് പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം നീ ഓർക്കണമേ.
ഹാലലൂയ ഇത് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് യേശുവിനോട് പറഞ്ഞിട്ട് ഹിസ്കിയാവ് കരയുകയാണ്. ഹാലലൂയ നോക്കൂ, അത് എന്നിട്ട് തന്നെ യെശയ്യാവ് ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ പിന്നെയും ഹാലലിയ ഹിസ്കിയാവോട് പറയുവാൻ വേണ്ടി ഹാലലിയ യെശയ്യാ പ്രവാചകന് ഹാലലിയ കൊടുക്കുന്ന അതായത് അരുളപ്പാട്, യഹോവയുടെ അരുളപ്പാടുണ്ടായിട്ട് പറയാ, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. പ്രീതി മക്കളെ, ഇന്ന് രോഗത്താൽ ഭാരപ്പെട്ട് അയ്യം വിളിച്ചിരിക്കുന്ന ജീവിതമേ, ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ യേശുപ്പച്ചൻ ഇതുപോലെ ഹിസ്കിയാവിനോട് പറഞ്ഞ മറുപടി നമ്മോടും പറയും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി നൽകി തരുന്ന അപ്പൻ, നമ്മുടെ രോഗത്തിന് സൗഖ്യം തരുന്ന കർത്താപ്പച്ചൻ ഇന്നും ജീവിക്കുന്നുണ്ട്, ഇന്നും മറുപടി തരും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു, നിനക്ക് ഹല്ലേലൂയ പ്രസാദമുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ. ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ മറുപടി ലഭിക്കുകയുള്ളൂ. കർത്താവിന് വേണ്ടിയാണോ നമ്മൾ ജീവിച്ചത് എങ്കിൽ ഹല്ലേലൂയ യേശുപ്പനോട് പറയുമ്പോൾ യേശുപ്പച്ചൻ നമുക്ക് തക്കതായി മറുപടി തന്നെ നമ്മുടെ ഏതവസ്ഥയിൽ നിന്നും നമ്മെ വിടിവിച്ചെടുക്കും. ഹല്ലേലൂയ. പ്രീതിമക്കളെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന അപ്പൻ, നമുക്ക് വേണ്ടി മറുപടി നൽകി തരുന്ന കർത്താപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോട് നമുക്ക് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ഒരിക്കലും നമ്മെ കൈവിടാത്ത കർത്താപ്പച്ചൻ, നമ്മെ കാക്കുന്ന അപ്പച്ചൻ. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലാണ് നമ്മൾ ആയിരിക്കുന്നത്. പ്രീതിമക്കളെ, ഹിസ്കിയാവിനോട് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മറുപടി നൽകി തരാൻ കർത്താവ് ഇന്നും ശക്തനാണ്. നമ്മൾ ഹല്ലേലൂയ അതുപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലും ഇതേപോലെ ഹല്ലേലൂയ എലീശ പ്രവാചകനോട് ഹല്ലേലൂയ അതായത് 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇതുപോലെ ഹല്ലേലൂയ ദൈവഭക്തരായിരുന്ന് കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുന്ന ജീവിതങ്ങളെ മുമ്പിൽ ഹല്ലേലൂയ ദൈവിക പ്രസാദം, ഹല്ലേലൂയ ദൈവിക മറുപടി ലഭിക്കും. ഹല്ലേലൂയ. ഇവിടെ നോക്കൂ, എലീശ പ്രവാചകനോട് ഹല്ലേലൂയ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് പറയാ, നിനക്കറിയാമല്ലോ നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന്. പ്രിയ മക്കളെ, നമ്മെക്കുറിച്ചും ഇതേപോലെ മറ്റുള്ളവർ, കൂടെയുള്ളവർ ഹല്ലേലൂയ പറയണം, നമ്മൾ ഒരു യഹോവ ഭക്തയായിരുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം ഹല്ലേലൂയ നമുക്കും വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നോക്കൂ, യേശുപ്പച്ചൻ പ്രാർത്ഥന കേട്ട് കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും, 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഹല്ലേലൂയ. നോക്കൂ, നാളുകളായിട്ട് രോഗസൗഖ്യമില്ലാതെ കിടക്കയിലായിരിക്കുന്നവർ, ഹല്ലേലൂയ ഒരു കൂട്ടായ്മയ്ക്ക് പോവാൻ സാധിക്കാതിരിക്കുന്ന ജീവിതമേ, ഇന്ന് അപ്പച്ചൻ പറയാ, ഞാൻ നിന്നെ സൗഖ്യമാകും, നീ ആലയത്തിൽ പോകും, നീ ആരാധിക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നത് നിറവേറ്റി തരുന്ന കർത്താപ്പച്ചന. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ ഓരോന്നും പറയുമ്പോൾ നമ്മൾ അതിനെ മറുതലിച്ച് ജീവിക്കുകയല്ല ചെയ്യുന്നത്, വാഗ്ദത്തങ്ങൾക്കായിട്ട് കാത്തിരിക്കണം. പ്രിയ മക്കളെ, നമ്മെ കൈവിടാത്ത കർത്താപ്പച്ചൻ, ഉപേക്ഷിക്കാത്ത അപ്പച്ചൻ, നമുക്ക് ആലോചനകൾ പറഞ്ഞു തരുന്ന കർത്താവിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തില് അപ്പന് വേണ്ടി ഹല്ലേലൂയ എന്ത് ചെയ്തോ അതൊന്ന് ഓർക്കണമേ. ഹല്ലേലൂയ. കർത്താവെ, രോഗത്താൽ ഭാരപ്പെട്ട് വളരെ വേദനയിലൂടെ മറ്റു വിഷയത്തിലൊക്കെ കടന്നു പോകുന്ന ജീവിതങ്ങളെ ദൈവം സഹായിക്കണമേ. അവിടുന്ന് മറുപടി കൊടുക്കണം, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കണം. കർത്താവെ, കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.